ഇന്നൊരു സൂപ്പ് ഉണ്ടാക്കണേ കേട്ടാ. വ്യത്യസ്തമായിട്ട് നമ്മുടെ മത്തങ്ങയും അതുപോലെ സ്വീറ്റ് കോണും വെച്ചിട്ടാണ് ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തങ്ങ ആദ്യം ചെറിയ പീസാക്കി കട്ട് ചെയ്തു കേട്ടോ. തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിതിൽ ആ സൂപ്പ് കട്ടിയാവാനായിട്ട് ഓട്സാ മൈദയോ കോൺഫ്ലവറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ളത് കിട്ടും. ആ തൊലിയുടെ അംശം ഉണ്ടല്ലോ, അത് മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിന് മുമ്പ് പറയാൻ മറന്നു, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കണം കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം കേട്ടോ. ആ വഴറ്റണ സമയം കൊണ്ട് ഞാനൊരു സ്വീറ്റ് കോൺ നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ചേർത്തു. കുറച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. തന്നെ ഇരുന്ന് കഴിക്കാൻ തോന്നും. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് കോൺ വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ സോയാ സോസ് മാത്രം ഒഴിച്ചത്, പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ടാകുന്നില്ല. നന്നായി വഴന്ന് വന്നപ്പോൾ പിന്നെ നമ്മളവിടെ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മത്തങ്ങയുടെ, അത് ഇതിലേക്കൊന്ന് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കുക. അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിക്കുള്ള സൂപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കണേ. ഇത് തന്നെ കഴിച്ചാൽ രാത്രി വയറ് ഏകദേശം ഫില്ലാവൂട്ടാ. പക്ഷെ ഞങ്ങളിതുകൊണ്ട് തൃപ്തരായില്ല. ഞങ്ങൾ ഈ സൂപ്പിൻ്റെ കൂടെ ഞാൻ കഴിച്ചത് പിന്നെ നമ്മുടെ പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി ഒരു കൊതി തോന്നി പഴംപൊരി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പഴംപൊരിയും കൂടി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഞാൻ സോയ സോസ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതാണ് ഇത്തിരിയും കൂടി ഒന്ന് കറുത്ത് വന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തങ്ങ സൂപ്പ് എന്നൊന്നും പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോൾക്ക് മത്തങ്ങ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ല. കാരണം സ്വീറ്റ് കോൺ മാത്രമാണെന്നാണ് അവൾ വിചാരിച്ചത്. എന്തായാലും നല്ല പൊളി സൂപ്പായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തങ്ങയൊക്കെ വീട്ടിലുണ്ടാവുന്നുണ്ടെങ്കിലേ ഇതുപോലെ രാത്രി സമയത്ത് ഉണ്ടാക്കി കുടിച്ചാൽ തൊണ്ടയ്ക്കും നല്ല വയറിനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു പാൻ എടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ മൈദ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പഴംപൊരി കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാനതിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്തു കേട്ടോ. അപ്പം അതിന് മുമ്പ് മധുരത്തിന് എന്താ ചേർത്തതെന്നറിയോ? നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് പൊടിയാക്കിയിട്ട് നന്നായി ഒന്ന് പൊടിച്ചതിന് ശേഷം അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. പിന്നെയാണ് ഞാൻ ഒരു സ്പൂൺ 2 സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറുത്താക്കി വെക്കാം കേട്ടോ. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ നന്നായി ഇങ്ങനെ വീർത്ത് വന്നിരിക്കണം കണ്ടിട്ടില്ലേ നമ്മുടെ പഴംപൊരിയൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഈവനിങ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ ഏകദേശം മോർണിംഗിൽ അത് കുഴച്ച് വയ്ക്കുന്നു. എന്നിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഗുണ്ട് പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ പഴംപൊരി. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മുമ്പ് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ കുഴച്ച് വയ്ക്കാൻ മറന്നുപോയി. ഉണ്ടാക്കണേന് തൊട്ട് മുമ്പ് കുഴച്ച് വെച്ചേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശർക്കര പണി കിട്ടി. കാരണം ഒരു കഷ്ണം വീണു, അത് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് നമ്മുടെ കളറിന് വേണ്ടിയിട്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മുടെ ശർക്കരയും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് വയ്ക്കാം കേട്ടോ. ഏകദേശം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരിക്ക് വേണ്ടി വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് പഴംപൊരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൊരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരിയും റെഡിയായി.
അപ്പോൾ ഇന്നത്തെ ഡിന്നറ് പഴംപൊരിയും പിന്നെ നമ്മുടെ മത്തങ്ങ സ്വീറ്റ് കോൺ സൂപ്പും പിന്നെ നമ്മുടെ ഒരു 2 കഷ്ണം പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വെറൈറ്റി ഡിന്നർ ഇന്ന് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അത്.